പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗിന് ഒരാഴ്ച ബാക്കി നിൽക്കെ പ്രചാരണം ശക്തമാക്കി പാർട്ടികൾ. കേന്ദ്ര സർക്കാരിനെയും ഏജൻസികളെയും കടന്നാക്രമിച്ചാണ് മമതാ ബാനർജിയുടെ പ്രതികരണം. ദേശീയ നേതാക്കളെ കളത്തിലിറക്കിയാണ് ബിജെപിയുടെ പ്രചാരണം. പശ്ചിമബംഗാളിൽ ആദ്യഘട്ടത്തിൽ പോളിംഗ് നടക്കുന്ന 152 മണ്ഡലങ്ങളിലെ പരസ്യപ്രചാരണം ചൊവ്വാഴ്ച അവസാനിക്കും. തൃണമൂൽ കോൺഗ്രസിന്റെ ഉൾപ്പെടെ പൊളിറ്റിക്കൽ കൺസൾട്ടന്റ് സ്ഥാപനമായ ഐപാക്കിന്റെ ഡയറക്ടറുടെ അറസ്റ്റും ഓഫീസുകളിലെ ED റെയ്ഡും ഉയർത്തി കേന്ദ്ര ഏജൻസികളെ BJP ദുരുപയോഗം ചെയ്യുന്നുവെന്ന വിമർശനം മമതാ ബാനർജി ശക്തമാക്കിയിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ വാഹനങ്ങൾ മാത്രം പരിശോധിക്കുന്നുവെന്ന ആരോപണവും മമത ഉയർത്തി. തൃണമൂലിന്റെ പ്രചാരണത്തെ ചെറുക്കാൻ നരേന്ദ്രമോദിയും അമിത്ഷായും ബംഗാളിൽ തമ്പടിച്ചുള്ള പ്രചാരണമാണ് നടത്തിവരുന്നത്. ശക്തമായ തിരിച്ചുവരവിന് കളമൊരുക്കാൻ കോൺഗ്രസും CPIM-ഉം പ്രചാരണ രംഗത്തുണ്ട്. വനിതാ സംവരണത്തെ ഉയർത്തിയുള്ള BJPയുടെ പ്രചാരണത്തെ ചെറുക്കാൻ ഏറ്റവുമധികം വനിതകളെ സ്ഥാനാർത്ഥിയാക്കിയ പാർട്ടി എന്ന വിശേഷണത്തോടെയാണ് തൃണമൂൽ മുന്നോട്ട് പോകുന്നത്. അതിനിടെ ഹൗറ ജില്ലയിൽ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയും തൃണമൂൽ പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. BJP റാലിയിലേക്ക് തൃണമൂൽ പ്രവർത്തകർ അതിക്രമിച്ചു കയറിയതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ജയ് ബംഗ്ലാ വിളികളോടെയായിരുന്നു തൃണമൂലിന്റെ പ്രതിഷേധം. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.